പ്രളയം തകർത്തെറിഞ്ഞ ഈരാറ്റുപേട്ടയിൽ സർക്കാർ സഹായം എത്തിയില്ലെന്ന് പരാതി. സന്നദ്ധ സംഘടനകളുടെ സഹായത്തിലാണ് ദുരിതബാധിതർ പഴയ ജീവിതത്തിലേക്ക് മടങ്ങുന്നത്. കോടികളുടെ നഷ്ടമുണ്ടായ സാഹചര്യത്തിൽ ഈരാറ്റുപേട്ടയ്ക്ക് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നാണ് വ്യാപാരികൾ അടക്കമുള്ളവരുടെ ആവശ്യം. ആഗസ്റ്റ് 1 ഒറ്റ രാത്രി കൊണ്ടാണ് പ്രളയം ഈരാറ്റുപേട്ടയുടെ സ്വപ്നങ്ങൾ തകർത്തത്. ദുരിതബാധിതർക്ക് കൈത്താങ്ങാകേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇതുവരെ കാര്യമായ സഹായമൊന്നും നൽകിയില്ലെന്നാണ് പരാതി. കിട്ടിയിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. ഇല്ല. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിക്രമങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. ഇല്ല. ഈ പ്രദേശത്തെ ഒരു ബഹുഭൂരിപക്ഷ ആളുകളുടെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. എന്താണ് അത് തന്നെ, അങ്ങോട്ടുള്ള ഭാഗങ്ങളിലേക്കൊക്കെ വളരെ മോശമായ രീതിയിലാണ്. ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതെല്ലാം പ്രളയം കവർന്നു. പലർക്കും അവശേഷിച്ചത് ഉടുതുണി മാത്രം. സന്നദ്ധ സംഘടനകളുടെ സഹായത്തിലാണ് പഴയ ജീവിതത്തിലേക്ക് പിച്ചവയ്ക്കുന്നത്. സർക്കാർ പ്രഖ്യാപിച്ച 10,000 രൂപയുടെ അടിയന്തര സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്ത് ഇതുവരെ സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ലോട്ടറി കട കംപ്ലീറ്റ് വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഒരു 3-4 ലക്ഷം രൂപയുടെ സാധനം പോയി. അത് നമുക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. സർക്കാർ സഹായം ഒരു 10,000 രൂപ നഷ്ടപരിഹാരം തരാന്നൊക്കെ പറഞ്ഞല്ലോ, ഒരു പ്രാഥമിക ഘട്ടം അതൊക്കെ കിട്ടിയോ? അത് പറഞ്ഞാൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അതിൻ്റെ അപേക്ഷ എല്ലാം എഴുതി വില്ലേജിൽ കൊടുത്ത് ഇതുവരെ കിട്ടിയിട്ടൊന്നുമില്ല. അത് ആരും കണ്ടുമില്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ ഇവിടെ ഈ വ്യാപാര ഭവനിലൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതുവരെയും വിളിച്ചിട്ടില്ല. വ്യാപാര മേഖലയിൽ മാത്രം 30 കോടിയിലേറെ രൂപയുടെ നഷ്ടമുണ്ടെന്നാണ് കണക്ക്. സർക്കാർ സഹായമായി നയാ പൈസ പോലും ലഭിച്ചില്ല. ഈരാറ്റുപേട്ടയ്ക്ക് പ്രത്യേക പാക്കേജ് വേണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഇത്രയും കോടി രൂപ നഷ്ടം വന്നപ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ എന്നൊക്കെ പറയുന്നത് സർക്കാർ നൽകുന്ന പൈസ വളരെ കുറവാണ്. ഒരു പാക്കേജ് പ്രഖ്യാപിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാം. സംഘടന എന്ന് പറയുമ്പം ഇത് കൊടുക്കുന്നതെല്ലാം ലിമിറ്റുണ്ട് നമുക്ക്. അപ്പം നമുക്കത് അങ്ങനെ ചെയ്യാനുള്ള പണം വേണം നമുക്ക്. സർക്കാർ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് CPIM-ന്റെ നേതൃത്വത്തിൽ ഈരാറ്റുപേട്ട വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VN വാസവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.